വഖഫ് നിയമ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ്. ഭേദഗതി ബിൽ മുസ്ലിം വിരുദ്ധമല്ലെന്ന് കേന്ദ്രമന്ത്രി വിശദീകരിച്ചു. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടാണ് ബില്ലിന് ആധാരമെന്നും കിരൺ റിജിജു പറഞ്ഞു. അതേസമയം വഖഫ് ഭേദഗതി ബില്ലിനെ ഇന്ത്യ സഖ്യം എതിർത്തു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, വഖഫ് ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ് ഇപ്പോൾ. ഒപ്പം ഈ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പ്രത്യേകമായി പരാമർശിച്ച ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ ഭേദഗതി ബിൽ ഒരിക്കലും മുസ്ലിം വിരുദ്ധമല്ല, അങ്ങനെ വരുത്തി തീർക്കാനുള്ള ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഇടപെടൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോഴാണ് അത്തരത്തിലുള്ള ഒരു വിശദീകരണം അദ്ദേഹം സഭയിൽ പറഞ്ഞത്. ഒപ്പം സാധാരണക്കാരായ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഒരു ഭേദഗതി ബില്ലാണ് അവതരിപ്പിച്ചത് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായല്ലേ? വലിയ നാടകീയ രംഗങ്ങൾ ഈ ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിലുണ്ടായിരുന്നു. ബില്ല് അവതരണത്തിന് വളരെ മുമ്പ് തന്നെ ഇത്തരത്തിൽ വഖഫ് ബോർഡുകളുടെ അധികാരപരിധിയെ വെട്ടിക്കുറയ്ക്കുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരമൊരു ബില്ല് വരുന്നു എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെ ഈ ബില്ലിനെ എതിർത്ത് തീവ്ര ഇസ്ലാമിക സംഘടനകൾ, അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ വിവിധ പാർട്ടികളും അത്തരം ആരോപണങ്ങളും അല്ലെങ്കിൽ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ്, ബില്ല് മുസ്ലിം വിരുദ്ധമാണ് എന്ന പരാമർശങ്ങൾ നടത്തി രംഗത്തെത്തിയിരുന്നു. ഇന്നിപ്പോൾ പാർലമെന്റിൽ ഉച്ചതിരിഞ്ഞാണ് കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പിന്റെ ചുമതല കൂടിയുള്ള പാർലമെന്ററി കാര്യ വകുപ്പും ഒപ്പം ന്യൂനപക്ഷകാര്യ വകുപ്പും നോക്കുന്ന കിരൺ റിജിജു ഇന്നിപ്പോൾ ഈ നിർണായകമായ ബില്ല് അവതരിപ്പിച്ചത്. ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള എതിർപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള UDF-ന്റെയും LDF-ന്റെയും എംപിമാരാണ് കൂടുതലായി ബഹളം വെച്ചത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും മുസ്ലിം വിരുദ്ധമാണെന്നുമുള്ള പരാമർശങ്ങൾ കേരളത്തിലെ എംപിമാർ നടത്തി. എന്തായാലും ബില്ല് അവതരിപ്പിച്ച കിരൺ റിജിജു എന്താണ് ഈ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം സഭയ്ക്കകത്ത് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഇത് മുസ്ലിം വിരുദ്ധമല്ല, മറിച്ച് മുസ്ലിം സമൂഹത്തിൽ തന്നെ ഇപ്പോഴും അവകാശം നിഷേധിക്കപ്പെടുന്ന, മുസ്ലിങ്ങളിൽ തന്നെ വളരെ പിന്നോക്കം നിൽക്കുന്ന ധാരാളം സമൂഹമുണ്ട്. അവരെ കൂടി അക്കോമഡേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും രാജ്യത്ത് ഏതെങ്കിലുമൊക്കെ മുസ്ലിം ജനവിഭാഗത്തിന് അവരുടെ അവകാശങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ, അവർക്ക് നീതി നിഷേധിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തുന്നതാണ്, അവരെയും അക്കോമഡേറ്റ് ചെയ്യുന്നതാണ് ഈ വഖഫ് നിയമം എന്ന വിശദീകരണമാണ് കിരൺ റിജിജു നടത്തിയത്. മാത്രമല്ല ഈ പ്രതിപക്ഷത്തിനെതിരെ അദ്ദേഹം വലിയ തോതിലുള്ള വിമർശനം നടത്തുകയും ചെയ്തു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മുൻപും പല സുപ്രധാനമായ ബില്ലുകൾ അവതരിപ്പിക്കുമ്പോഴും ഈ പ്രതിപക്ഷ പാർട്ടികൾ ഈ രീതിയിൽ മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അതിന്റെ തരിയാവർത്തനമാണ് ഇപ്പോൾ സഭയ്ക്കകത്ത് നടക്കുന്നത് എന്നാണ് കിരൺ റിജിജു ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പരാമർശവും റിജിജു നടത്തി. ഈ ബില്ലിന്റെ അടിസ്ഥാനം എന്നത് UPA സർക്കാർ നിയോഗിച്ച സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ചില നിഗമനങ്ങളും ശുപാർശകളുമാണ്. വഖഫ് ബോർഡിന്റെ സ്വത്തുക്കൾ സംബന്ധിച്ച് കൃത്യമായ ഓഡിറ്റിംഗ് വേണമെന്നും ഒപ്പം വഖഫ് ബോർഡിനകത്ത് മുസ്ലിം ഇതര വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് UPA സർക്കാരിന്റെ കാലത്ത് സച്ചാർ കമ്മീഷനാണ്. ആ കമ്മീഷൻ റിപ്പോർട്ട് ദേശീയ തലത്തിൽ നടപ്പാക്കണമെന്ന നിലപാടാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. ഇടത് പാർട്ടികൾക്കും ഒപ്പം മുസ്ലിം സംഘടനകൾ, മുസ്ലിം ലീഗ് ആണെങ്കിലും അസദുദ്ദീൻ ഒവൈസിയുടെ AIMIM-ഉം AIUDF-ഉം ഒക്കെ അത് നടപ്പാക്കണമെന്ന് വാദിച്ചവരാണ്. അതേ ആളുകളാണ് ഇപ്പോൾ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്ന രീതിയിൽ വഖഫ് ബോർഡിന്റെ നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിനെ എതിർക്കുന്നത് എന്ന വിമർശനമാണ് കിരൺ റിജിജുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. യുവരാജ് പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം പല സ്ഥലങ്ങളിലായി കഴിഞ്ഞാലും ഈ വഖഫ് ബോർഡിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. അത് ഹൈന്ദവ ക്ഷേത്രങ്ങളായി കഴിഞ്ഞാലോ ഗ്രാമങ്ങളായി കഴിഞ്ഞാലോ അതിനൊക്കെയും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരിക, യാതൊരു ക്രമവുമില്ലാതെ ക്രമവിരുദ്ധമായ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു കൂട്ടുക. പക്ഷേ ഇതിനൊക്കെയും ഒരു നിയന്ത്രണം അനിവാര്യമാണ് എന്നുള്ള വാസ്തവം മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിയത്. പക്ഷേ അത് നടപ്പിലാക്കാനുള്ള ഒരു ആർജവം UPA സർക്കാരിനുണ്ടായിട്ടില്ല എന്നത് നമുക്കറിയുന്ന ഒരു രാഷ്ട്രീയ ചരിത്രമാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു വഖഫ് നിയമ ഭേദഗതി ബിൽ കൊണ്ടുവരുമ്പോൾ അതിനെ എന്തിന് ഇവർ തന്നെ എതിർക്കുന്നു എന്ന ചോദ്യത്തിന് തീർച്ചയായും ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം, മുസ്ലിം പ്രീണനം അല്ലേ? ഈ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളിലെ ഏറ്റവും വലിയ ഈ വഖഫ് ബോർഡിന്റെ അമിതമായ അധികാര പരിധിയുടെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് നേരത്തെ സൂചിപ്പിച്ച തമിഴ്നാട്ടിലെ ഈ തിരുച്ചെന്തുറൈ എന്ന ഗ്രാമത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നത്. ഈ തിരുച്ചെന്തുറൈ ഗ്രാമം മുഴുവൻ വഖഫ് ബോർഡ് തങ്ങളുടേതാണ് എന്നത് സംബന്ധിച്ചുള്ള അവകാശവാദം ഉന്നയിക്കുകയാണ്. ഈ ഗ്രാമത്തിലാണ് 1500 വർഷങ്ങൾക്ക് മുൻപ്
പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ടുള്ള സുന്ദരേശ്വര ക്ഷേത്രം, ഈ മഹാക്ഷേത്രത്തിൻ്റെ ഭൂമിയും ഏതാണ്ട് 300 ഏക്കറിലാണ് ഈ മഹാക്ഷേത്രം നിലകൊള്ളുന്നത്. കാവേരി നദീതീരത്താണ് ഈ ക്ഷേത്രം ഇരിക്കുന്ന ഗ്രാമത്തിൻ്റെ പേരാണ് നേരത്തെ സൂചിപ്പിച്ച തിരുച്ചൻതുറൈ എന്നത്. ഈ ഗ്രാമത്തിലെ മുഴുവൻ ഭൂമിയും ഒപ്പം 1500 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച ആ മഹാക്ഷേത്രവും തങ്ങളുടേതാണ് എന്ന വാദമാണ് വഖഫ് ബോർഡ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒപ്പം ഗുജറാത്ത് ഹൈക്കോടതിയിൽ 2022 മറ്റൊരു പെറ്റീഷൻ ഈ ഗുജറാത്ത് വഖഫ് ബോർഡ് നൽകിയത് ശ്രീകൃഷ്ണന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദ്വാരക, നമുക്കറിയാം അദ്ദേഹത്തിന്റെ രാജധാനിയായിട്ടുള്ള ദ്വാരകയിലെ ഒരു ദ്വീപ് അതിന്റെ അവകാശികൾ തങ്ങളാണ് എന്ന് സംബന്ധിച്ചുള്ള അവകാശവാദം ഈ വഖഫ് ബോർഡ് ഒരു ഘട്ടത്തിൽ നടത്തിയെന്നതാണ്. ഗുജറാത്ത് ഹൈക്കോടതി ആ പെറ്റീഷൻ തള്ളിയെങ്കിൽ പോലും ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള അവകാശവാദം, അതായത് ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും പരമപുണ്യം എന്നവർ കരുതുന്ന പരിപൂർണ അവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രാജധാനിയായിട്ടുള്ള ഗുജറാത്തിലെ ദ്വാരക, ആ ദ്വാരകയിൽ ഉള്ള ഒരു ദ്വീപിന്റെ അവകാശം വഖഫ് ബോർഡ് ഉന്നയിക്കുന്നു. അതായത് മറ്റ് മതവിഭാഗങ്ങളുടെ ഭൂമിയും മറ്റ് ആരാധനാലയങ്ങളുടെ ഭൂമിയിൽ പോലും ഈ വഖഫ് എന്ന ആ ഒരു പ്രത്യേക പദവി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അത് തങ്ങളുടേതാണ് എന്ന അവകാശവാദം ഉന്നയിക്കുകയും അത്തരം ഭൂമികൾ തട്ടിയെടുത്തുകൊണ്ട് പിന്നീട് അവിടെ ഭൂമാഫിയയ്ക്ക് ഇത്തരം ഭൂമികൾ കൈമാറുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ ധാരാളമായി നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ വിവിധ കോടതികളുടെ പരിഗണനയിലും ട്രൈബ്യൂണലിന്റെ പരിഗണനയിലുമുണ്ട്. ഇന്നിപ്പോൾ കിരൺ റിജിജു ഈ ഒരു ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം കർണാടക വഖഫ് ബോർഡ് നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനം അടുത്ത കാലത്ത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. കർണാടക വഖഫ് ബോർഡ് വാണിജ്യ ആവശ്യത്തിനായി 29,000 ഏക്കർ ഭൂമിയാണ് വാണിജ്യ ആവശ്യത്തിനായി കൈമാറിയിരിക്കുന്നത്. ഇതിന്റെ രേഖകളൊന്നും തന്നെയില്ല. ഇത്തരം ക്രമക്കേടുകളും ധൂർത്തുമാണ് ഈ വഖഫിന്റെ പേരിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത് എന്നാണ് ഈ കിരൺ റിജിജു ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം ധാരാളം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ കർണാടക വഖഫ് ബോർഡ് 29,000 ഏക്കർ ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്കായി ധൂർത്തടിച്ചത്. ഒപ്പം അദ്ദേഹം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലുള്ള 1500 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച ക്ഷേത്രത്തിന്റെ ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നതും അദ്ദേഹം പാർലമെന്റിൽ വിശദീകരിച്ചിരുന്നു. അപ്പോൾ കാര്യം വ്യക്തമാണ്. ഈ വഖഫ് ബോർഡിന്റെ നിയമം പല ഘട്ടങ്ങളിൽ ഭേദഗതി ചെയ്തു. 95 അവർക്ക് വീണ്ടും കൂടുതൽ അധികാരം നൽകി. ഏറ്റവും ഒടുവിൽ 2013 രണ്ടാം UPA സർക്കാരിന്റെ കാലത്താണ് വഖഫ് ബോർഡുകൾക്ക് ഇത്തരത്തിൽ ഭൂമി ഇടപാടുകളും മറ്റും നടത്തുവാനും രാജ്യത്ത് എവിടെ വേണമെങ്കിലും ഭൂമിക്ക് മേൽ വഖഫിന്റെ പേരിൽ അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള അമിതമായ അധികാരപരിധി രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് 2013 നടത്തിയ നിയമ ഭേദഗതിയിലൂടെയാണ് അവർക്ക് ലഭിച്ചത്. അതിനുശേഷം പിന്നീട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വഖഫ് ബോർഡുകൾ ഇത്തരത്തിൽ ഭൂമി കുംഭകോണം നടത്തുകയും റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ഇതിനെ കൃത്യമായി പ്രതിരോധിക്കുക എന്നത് തന്നെയാണ് ഈ ഒരു നിർണായക ബില്ലിലൂടെ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ലക്ഷ്യമിടുന്നത്. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ തന്നെയാണ്. വഖഫ് ബോർഡിന്റെ ഘടനയിൽ നിർണായകമായ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അത് മുസ്ലിം സമൂഹത്തിലെ തന്നെ പുരോഗമന ചിന്തയുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. കാരണം രാജ്യത്തെ 30 വഖഫ് ബോർഡുകളിലും ഒരു വനിതാ പ്രതിനിധി പോലും ഇല്ല എന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു വിഷയമാണ്. വനിതകളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതാണ് ഇന്നിപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ള ഈ ഒരു ബില്ല്. വഖഫ് ബോർഡുകളിലെ 11 അംഗങ്ങളിൽ 2 പേർ നിർബന്ധമായും വനിതകളാകണം. ഒപ്പം ദേശീയ തലത്തിൽ വഖഫ് കൗൺസിലിന്റെ 11 അംഗങ്ങളിൽ 2 വനിതകൾ ഉണ്ടാകണം എന്ന കൃത്യമായ നിർദ്ദേശം ഈ ബില്ല് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതര മതവിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാകണം വഖഫ് ബോർഡിന്റെ ഈ ബോർഡ് അംഗങ്ങളെ രൂപപ്പെടുത്തേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ഈ ബില്ല് മുന്നോട്ട് വെക്കുന്നു. ഒപ്പം അഹമ്മദിയകൾ, അതോടൊപ്പം തന്നെ ബോറകൾ തുടങ്ങി ഈ മുസ്ലിം സമൂഹത്തിൽ തന്നെ വളരെ പിന്നോക്കമായി നിൽക്കുന്ന, അതല്ലെങ്കിൽ നിലവിൽ മുഖ്യധാരയിൽ നിൽക്കുന്ന മുസ്ലിം സംഘടനകൾ, മുസ്ലിങ്ങളെന്ന് പോലും അംഗീകരിക്കാത്ത നിരവധി ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ മുസ്ലിം സമൂഹത്തിനകത്ത് തന്നെയുണ്ട്. അഹമ്മദിയകളൊക്കെ അതിന്റെ ഉദാഹരണമാണ്. അത്തരം പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ പ്രതിനിധികളെ കൂടി അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടാകണം ഈ പുതിയ വഖഫ് ബോർഡുകൾ സ്ഥാപിക്കാൻ എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ നിർദ്ദേശം കൂടി അടങ്ങുന്നതാണ് ഈ സുപ്രധാനമായ 40 ഭേദഗതികൾ അടങ്ങുന്ന ഈ ഒരു ബില്ല് എന്നതാണ് ശ്രദ്ധേയം. അതിനാൽ സ്വാഭാവികമായും ഇത് മുസ്ലിം സമൂഹത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ തന്നെ വളരെ പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തെ കൂടി കൈപിടിച്ച് മുഖ്യധാരയിലേക്ക് എത്തിക്കുന്ന, വനിതകളെ കൂടുതൽ മുന്നോട്ടെത്തിക്കുന്ന, വഖഫ് ബോർഡിന്റെ പ്രതിനിധികളായി തന്നെ സ്ത്രീകളെ ഉയർത്തിക്കാണിക്കുന്ന വളരെ സുപ്രധാന
സുപ്രധാനമായ ഒരു ബില്ലാണ്. പക്ഷേ ആ ബില്ലിനെതിരെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം. ഗൗതം, ഇത്തരത്തിലാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ ഈ ഭേദഗതി ബില്ലിനെ എതിർത്തുകൊണ്ട് ഇന്ത്യ സഖ്യം ഈ പ്രതിപക്ഷ കക്ഷികൾ, പ്രതിപക്ഷ നേതാക്കളടക്കം പാർലമെന്റിൽ ലോക്സഭയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിക്കാൻ ശ്രമിച്ചത്? KP പ്രധാനമായും ഈ പ്രതിപക്ഷ കക്ഷികൾ കോൺഗ്രസ്, അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടി, DMK, RJD തുടങ്ങിയ കക്ഷികളാണ്, ഇടതുപക്ഷം തുടങ്ങിയ കക്ഷികളാണ് ഈ ബില്ലിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചത്. മുസ്ലിം ലീഗ് നേരത്തെ തന്നെ ബില്ലിനെ എതിർത്ത് രംഗത്തെത്തിയിരുന്നു. ഇന്നിപ്പോൾ സഭയിൽ ബില്ലിനെ എതിർത്തുകൊണ്ട് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം തന്നെ അഖിലേഷ് യാദവ് തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചിരുന്നു. ഇത് മുസ്ലിം വിരുദ്ധമാണെന്ന്, മുസ്ലിം സമൂഹത്തെ പിന്നോട്ടടിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന വിമർശനമാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നത്. മാത്രമല്ല, ആസന്നമായി നിൽക്കുന്ന മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, അതോടൊപ്പം തന്നെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു ബില്ല് അവതരിപ്പിക്കുന്നത് എന്ന വാദവും പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഭരണഘടനാ വിരുദ്ധം എന്നാണ് മുസ്ലിം ലീഗ് MP ആയ ET മുഹമ്മദ് ബഷീറും അതോടൊപ്പം തന്നെ RSP അംഗം NK പ്രേമചന്ദ്രനുമൊക്കെ ഇന്നിപ്പോൾ സഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ ഈ ബില്ലിനെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയപ്പോൾ അതിനെ പ്രതിരോധിച്ച് രംഗത്തെത്തിയെന്നത് ശ്രദ്ധേയമായി. ഒപ്പം ബില്ല് അവതരിപ്പിച്ച കിരൺ റിജിജുവും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ച വിഷയങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്നുണ്ടായിരുന്നു. എന്തായാലും പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരിഗണിച്ചു കൊണ്ട് തന്നെയാണ് JPCക്ക് നിലവിൽ ഈ ബില്ല് കൈമാറിയിരിക്കുന്നത്. സ്വാഭാവികമായും അതിനാൽ JPCയുടെ ശുപാർശ വന്നതിന് ശേഷമാകും ഇനിയും പാർലമെന്റിന്റെ ഇരുസഭകളിലും ഈ നിർണായകമായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ഈ വഖഫ് ഭേദഗതി. ഗൗതം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വഖഫ് നിയമ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ്. ഇനിയുള്ള നടപടിക്രമങ്ങൾ അത് ഏത് തരത്തിലായിരിക്കും? KP ഇനിയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ JPC ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തേണ്ടത്. പ്രതിപക്ഷത്തിന്റെ ആവശ്യം, അതായത് വിവിധ MPമാർ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. JPCക്ക് ഇത് കൈമാറണം, അതല്ലാതെ നേരിട്ട് ബില്ല് അവതരിപ്പിക്കുകയും അത് പാസ്സാക്കാനുമുള്ള ശ്രമം നടത്തരുത് എന്ന ഒരു നിർദ്ദേശം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് തന്നെ ഈ ബില്ല് കൈമാറുന്നു എന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ചൂണ്ടിക്കാണിച്ചത്. കാരണം പ്രതിപക്ഷ പാർട്ടികളുടെ സംശയങ്ങളും മറ്റും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ വിമർശനങ്ങൾക്ക് കൃത്യമായി JPCയുടെ ഒരു പഠനത്തിൽ കൂടി അതിന് കൃത്യമായ മറുപടി ലഭിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആകട്ടെ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത്. പക്ഷേ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുന്ന ഘട്ടത്തിലും ഈ ബില്ല് പാസ്സാക്കും എന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം BJP നേതൃത്വം നടത്തുന്നുണ്ട് എന്നത് ശ്രദ്ധേയമായി. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഈ വഖഫ് ബോർഡുകളുടെ അമിതമായ അധികാര പരിധി വെട്ടിക്കുറയ്ക്കുമെന്നത് സംബന്ധിച്ചുള്ള ചില പ്രഖ്യാപനങ്ങൾ BJP നേതാക്കൾ തെരഞ്ഞെടുപ്പ് റാലികളിൽ ഉൾപ്പെടെ നടത്തിയിരുന്നു. സ്വാഭാവികമായും തുടർച്ചയായ മൂന്നാം തവണയും അധികാരം ലഭിക്കുന്ന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കാലയളവിൽ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അത് നടപ്പാക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അതിനാൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറി 2 മാസങ്ങൾ ആകുന്ന ഈ വേളയിൽ ആദ്യ പാർലമെന്റ് സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ സുപ്രധാനമായ ഒരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നേരത്തെ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് രണ്ടാം നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിലേറി ആദ്യ ഘട്ടത്തിൽ തന്നെയാണ് ജമ്മു കശ്മീരിന്റെ പ്രത്യേക അധികാരം കേന്ദ്ര സർക്കാർ എന്ന് മരവിപ്പിച്ചത്. കാരണം 2019 മെയ് മാസം അവസാനമാണ് രണ്ടാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയത്. പിന്നീട് 2019 ഓഗസ്റ്റ് മാസം 5-ന് അന്ന് ജമ്മു കശ്മീരിന്റെ പ്രത്യേക അധികാരം കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചിരുന്നു. ഡിസംബർ മാസത്തിൽ 2019 ഡിസംബറിലാണ് രണ്ടാം നരേന്ദ്രമോദി സർക്കാർ പൗരത്വ ഭേദഗതി നിയമം, വലിയ എതിർപ്പ്, ഇന്ന് നമ്മൾ പാർലമെന്റിൽ കാണുന്നതിന്റെ 10 മടങ്ങ് ശക്തിയിലുള്ള എതിർപ്പാണെന്ന് മുസ്ലിം സംഘടനകളും കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷ പാർട്ടികളും മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇരു സഭകളിലും ആ ബില്ല് പാസ്സാക്കിയെന്ന് മാത്രമല്ല, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് അവിടുത്തെ മതപീഡനത്തെ തുടർന്ന് ഇവിടേക്ക് എത്തുന്ന അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകിക്കൊണ്ട് CAA നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കമായി നമുക്ക് ഈ വഖഫ് ബോർഡിനെ നിയന്ത്രിക്കാനുള്ള ബില്ലിനെ നോക്കിക്കാണാം. ഇത് കൂടാതെ ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച് നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഏകീകൃത സിവിൽ കോഡ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കേന്ദ്ര സർക്കാർ പരിഗണനയിലാണ്. മാത്രമല്ല BJP അധികാരത്തിലിരിക്കുന്ന ഉത്തരാഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങൾ സംസ്ഥാന തലത്തിൽ ഇതിനകം ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ഈ ബില്ലിനൊപ്പം തന്നെ ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും വളരെ വൈകാതെ തന്നെ ദേശീയ തലത്തിൽ രൂപപ്പെടും എന്നതിൻ്റെ സൂചനയും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്നുണ്ട്.
യെസ്, ഇവിടെ ഗൗതം പറഞ്ഞത് പോലെ തന്നെ ഈ വഖഫ് ബോർഡിനെ നിയന്ത്രിക്കാനുള്ള ഒരു ബിൽ ഭേദഗതി ബിൽ എന്ന രീതിയിലാണ് കാര്യങ്ങളെ നോക്കിക്കാണേണ്ടത്. അത്തരത്തിലുള്ള ഒരു വിലയിരുത്തലാണ്. പക്ഷേ അവിടെയാണ് ബിൽ മുസ്ലിം വിരുദ്ധമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഇടപെടൽ ഇന്ത്യ സഖ്യം ഒന്നാകെ മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ പി.സി. ജോർജ് അടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കം അല്ലേ? KP നേരത്തെ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്ന ഘട്ടത്തിലും ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായതാണ്. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോഴത്തെ പ്രചരണം എന്നാണ് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ BJP-യും ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല കോൺഗ്രസും ഇന്ത്യ സഖ്യവും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ്, AIMIM, AIUDF, നാഷണൽ കോൺഫറൻസ് തുടങ്ങി മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ എതിർപ്പ് ഒരു ഭാഗത്തുണ്ടെങ്കിലും ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് ചില നിർണായകമായ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. മധ്യപ്രദേശ് വഖഫ് ബോർഡ് ഇതിനകം തന്നെ മധ്യപ്രദേശ് വഖഫ് ബോർഡിന്റെ ചെയർമാൻ ഈ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ രാവിലെ ഈ സുപ്രധാന ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഡൽഹി വഖഫ് ബോർഡ് സമിതി അംഗം ഇതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. കാരണം ഒരു ഭാഗത്ത് ഇന്ത്യ മുന്നണിയും ഒപ്പം മുഖ്യധാര മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം തീവ്ര ഇസ്ലാമിക സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമിക പോലുള്ള സംഘടനകളും ഈ വഖഫ് ബോർഡിന്റെ ഭേദഗതി നിയമത്തെ അല്ലെങ്കിൽ ഈ പുതിയ ബില്ലിനെ എതിർത്ത് ഒരു ഭാഗത്തുണ്ടെങ്കിലും വഖഫ് ബോർഡുകളിൽ തന്നെ അതിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. ഒപ്പം ഈ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുവാനുള്ള തീരുമാനത്തിന് വലിയ കയ്യടി സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളുടെ ഇടയിൽ നിന്നും ലഭിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2017 മുത്തലാഖ് നിരോധിക്കുന്ന ഘട്ടം മുത്തലാഖ് സുപ്രീം കോടതിയാണ് ഭരണഘടനാ വിരുദ്ധമായി വിധി പറഞ്ഞത്. അതിനുശേഷം പിന്നീട് മുത്തലാഖ് ഒരു ക്രിമിനൽ കുറ്റമാക്കി മാറ്റിക്കൊണ്ടുള്ള നിയമനിർമ്മാണം പാർലമെന്റിൽ നടത്തിയത് മോദി സർക്കാരാണ്. അന്നും ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമായ വലിയ വികാരം മുസ്ലിം സ്ത്രീകളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വഖഫ് ബോർഡിന്റെ 30 ബോർഡുകൾക്കകത്തും അതോടൊപ്പം തന്നെ വഖഫ് കൗൺസിലിനകത്തും വനിതകളെ കൂടി ഉൾപ്പെടുത്തുവാനുള്ള അല്ലെങ്കിൽ സ്ത്രീ പ്രാതിനിധ്യം നിർബന്ധമാണ് എന്നത് സംബന്ധിച്ചുള്ള ഈ ബില്ലിലെ വ്യവസ്ഥയും മുസ്ലിം സ്ത്രീകളുടെ ഇടയിൽ നിന്നും സർക്കാരിന് അനുകൂലമായ വികാരത്തെ രൂപപ്പെടുത്തുന്നു. അതോടൊപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ബോറകളും അഹമ്മദിയകളും ഒക്കെ അടങ്ങുന്ന മുസ്ലിം സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ മുഖ്യധാരയിലേക്ക് ഇപ്പോഴും കടന്നു വരാത്ത അല്ലെങ്കിൽ മുഖ്യധാര മുസ്ലിം സംഘടനകൾ അംഗീകരിക്കാത്ത ഈ വിവിധ കമ്മ്യൂണിറ്റികൾ അവരുടെ പ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വഖഫ് ബോർഡിന്റെ സമിതികൾ അല്ലെങ്കിൽ വഖഫ് ബോർഡിന്റെ അംഗങ്ങളിൽ അവരുടെ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തണമെന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശവും അടങ്ങുന്നതാണ് ഈ ബില്ല്. സ്വാഭാവികമായും മുസ്ലിം സമൂഹത്തിൽ തന്നെ വളരെ വിശാലമായി ചിന്തിക്കുന്ന ഈ സമൂഹം കൂടുതൽ മുഖ്യധാരയിലേക്ക് ഓരോ കാലഘട്ടങ്ങളിലും എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ബില്ലിനെ വലിയ തോതിൽ തന്നെ അംഗീകരിക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാരും ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം വിവിധ വഖഫ് ബോർഡുകൾ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുന്നതും സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. സർദരിയാണ് വഖഫ് നിയമ ഭേദഗതി ബിൽ ഇപ്പോൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ്. ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആണ്. അദ്ദേഹം സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭേദഗതി ബിൽ മുസ്ലിം വിരുദ്ധമല്ല എന്നാണ്. അത്തരത്തിൽ മുസ്ലിം വിരുദ്ധമാണ് ഈ ഭേദഗതി ബിൽ എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള കൃത്യമായ മറുപടി തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒപ്പം അദ്ദേഹം സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ് ഈ ബില്ലിന് ആധാരം എന്ന് തന്നെയാണ്. സച്ചാർ കമ്മിറ്റിയെ റിപ്പോർട്ടിനെ അനുകൂലിച്ചവർ തന്നെ ഇപ്പോൾ എന്തിന് ഇത്തരത്തിലുള്ള ഒരു ബില്ലിനെ എതിർക്കുന്നത് എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതേസമയം തന്നെ വഖഫ് ഭേദഗതി ബില്ലിനെ ഇന്ത്യ സഖ്യം വലിയ രീതിയിൽ തന്നെയാണ് വിമർശിക്കുകയും ചെയ്തത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ പി.സി. ജോർജും മറ്റ് രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ നേതാക്കളും അടക്കം സൂചിപ്പിച്ചൊരു കാര്യമുണ്ടായി. ഇത് ഈ വിമർശനം, ഈ ഒരു എതിർപ്പ് അല്ലെങ്കിൽ പ്രതിഷേധം തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണ്.